അപ്രകാരം ലഹരികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ലഹരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യവും മയക്കുമരുന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് സ്ഥിരമായി ചായ കുടിക്കുന്ന ആളുകൾ, കാപ്പി 5ഉം 6ഉം കപ്പ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ 4ഉം 5ഉം സിഗരറ്റിൻ്റെ പേക്കൊക്കെ വലിച്ചു തീർക്കുന്ന ആളുകൾ, ഇതൊക്കെ ഓരോ ലഹരിയാണ്. വായലിട്ടിട്ട് ഇങ്ങനെ ഈ 4-5 സാധനങ്ങൾ ചേർത്ത് ചവച്ച് വായ വൃത്തികേടായി കൊണ്ടെടുക്കുന്ന കുറേ ആളുകൾ, കണ്ടെടുത്തൊക്കെ തുപ്പിയ പരിസരം വൃത്തികേടാക്കുന്നവർ, ഇതൊക്കെ കുറേ സാമൂഹിക ദ്രോഹമല്ലേ? സാമൂഹിക ദ്രോഹമല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ പാവപ്പെട്ട നിൽക്കല്ലേ എന്ന് കരുതിയിട്ട് ഒരാളെ കണ്ട് കാറിലൊക്കെ കയറ്റി കൊണ്ടുപോകും. അതിൻ്റെ നിയമവശങ്ങളൊക്കെ നമ്മൾ ഓർക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും തോന്നും പാവല്ലേ നിൽക്കല്ലേ. ഒന്നും എൻ്റെ റബ്ബേ കയറിയടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധം കെടാൻ തോന്നും. എന്താ വെച്ചാൽ അതുവരെ വലിച്ചിട്ട സാധനം ജസ്റ്റ് ഒഴിവാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കയറുകയാണ്. അവരെ സംബന്ധിച്ചത് വലിയ വിഷയമൊന്നും ആയിരിക്കില്ല. പക്ഷെ അനുഭവമില്ലാത്തവരെ സംബന്ധിച്ചത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ദയവീത് അത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വണ്ടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയാം. ഞാനിങ്ങനെ കാറ്റും വീപ്പൊക്കെ വരുന്ന വല്ല ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി വന്നോളാമെന്ന് അവർ കരുതുക. ഒരു സാമൂഹിക ദ്രോഹമല്ലേ? യൂറോപ്യൻ നാടുകളിലൊക്കെ പരോക്ഷ പുകവലി മൂലമാണ് കുറേ ആളുകൾക്ക് ക്യാൻസർ വരുന്നത്, കുട്ടികൾക്ക്, സ്ത്രീകൾക്കൊക്കെ. എന്താ പരോക്ഷ പുകവലി? നേരിട്ട് വലിക്കല്ല, അവർ വലിച്ചു വിടുന്നതിൻ്റെ ഉപദ്രവം കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക്, മാനേജർ നന്നായിട്ട് വലിക്കും, ഓഫീസിലെ തീരെ സിഗരറ്റ് തൊടാത്ത സ്ത്രീ സ്റ്റാഫിന് ക്യാൻസർ പിടിക്കും. വല്യപ്പം നല്ലോണം വലിക്കും, കുട്ടീനെ വലിയ ഇഷ്ടമാണ്, പേരക്കുട്ടിനെ നല്ലോണം മുത്തം കൊടുക്കും, വടിയിൽ നിന്ന് ഇറക്കി വെക്കൂല, ഒരു കയ്യിൽ കുട്ടിയും മറ്റേ കയ്യിൽ ബീഡിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ കുട്ടിക്ക് ഈ ബീഡി കൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിനാണ് പരോക്ഷ പുകവലിയുടെ ഉപദ്രവം എന്ന് പറയാം. ലക്ഷങ്ങളുടെ കണക്കുണ്ട് അമേരിക്കയിലൊക്കെ മരിക്കുന്നതിൻ്റെ. ആരോഗ്യരംഗത്ത് കുറേയൊക്കെ മിടുക്കന്മാരായിട്ടുള്ള അവർ തന്നെയും ഇതൊന്നും പ്രതിരോധിക്കാൻ കഴിയാതെ തോറ്റു നിൽക്കുകയാണ്.